ഹേ വിഡ്ഢി ശിരോമണി, കാശി മഹാത്മ്യമല്ലേ നിങ്ങൾ വിളമ്പുന്നത്? പ്രചുര പ്രചാരം സൃഷ്ടിച്ച കൊച്ചു കുട്ടികൾക്ക് പോലും മനഃപാഠമായ ചരിത്രമാണോ അപാരജ്ഞാനി എന്ന മട്ടിൽ തട്ടിമൂളിക്കുന്നത്? അത് നിധിവർഷം പോലെ കേട്ടിരിക്കാൻ കുറെ ഭോഷ ജന്മങ്ങളും. ലജ്ജാവഹം. അവിടുന്ന് ആരാണാവോ? ദൈവമേ, ഈ മഹാനുഭാവൻ ആരാണെന്നോ അതുപോലും അറിയില്ലേ നിങ്ങൾക്ക്? മഹാശിവഭക്തനും അറിവിന്റെ മറുകര കണ്ട മഹാപണ്ഡിതനും ഉന്നത കുലശ്രേഷ്ഠനുമായ ഗംഗാധര കുലോത്തമ ഭട്ടാചാര്യർ. ആകാശമേലാപ്പിൽ ശിരസ് തട്ടുന്ന അത്യുന്നത വ്യക്തി. ഭട്ടാചാര്യരെ കാണാൻ കഴിഞ്ഞത് തന്നെ അടിയങ്ങളുടെ മഹാഭാഗ്യം. ആരാ? ഞാൻ ഏകനാഥൻ. ഏകനാഥൻ? എന്തിന്റെ ഏകനാഥൻ? ഈ പ്രപഞ്ചത്തിന്റെയോ അതോ ഈ സമൂഹത്തിന്റെയോ അതോ ഠാവട്ടത്തിലുള്ള ഈ സ്വന്തം തറവാട്ടിന്റെയോ? ആട്ടെ, വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടോ ഏകനാഥൻ? ഇല്ല, അതിലൊന്നും പാണ്ഡിത്യമില്ല. ആണോ? അങ്ങനെയാണോ? എങ്കിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുള്ള നമ്മെപ്പോലുള്ള പണ്ഡിതന്മാരാണ് ഉത്തമ ശിവഭക്തന്മാർ. ഞങ്ങൾ പറയുന്ന കഥകൾ, പ്രഭാഷണങ്ങൾ, ഹിതോപദേശങ്ങൾ ഇതൊക്കെയാണ് ജനങ്ങളെ ശിവമാർഗത്തിലേക്ക് നയിക്കുന്നത്. ക്ഷമിക്കണം ഭട്ടപാദരെ, വേദശാസ്ത്ര പാണ്ഡിത്യവും ഞാനെന്ന ഭാവമുള്ളവൻ അവനെ പോലും ശിവമാർഗത്തിലേക്ക് നയിക്കാൻ പ്രാപ്തനാകുന്നില്ല. വേദശാസ്ത്ര പാണ്ഡിത്യമില്ലെങ്കിലും ഏകനാഥ സ്വാമിക്ക് ശിവപാർവതിമാരുടെ സാന്നിധ്യവും സഹായവും എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ശ്രോതാക്കളെ ശിവമാർഗത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായവയാണ് ഇദ്ദേഹത്തിന്റെ കഥകളും പ്രഭാഷണങ്ങളുമെല്ലാം. ആണോ? അങ്ങനെയെങ്കിൽ നാം ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം പറയാൻ ശിവപാർവതിമാർ ഏകനാഥനെ സഹായിക്കുമോ എന്നറിയാമല്ലോ. അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട, ചോദിക്കണം ഭട്ടപാദ ശ്രേഷ്ഠരെ. മഹാമേരു പർവ്വതത്തെക്കാൾ ഉയർന്നതേതാണ്? അടുത്ത ചോദ്യം, കടലിനേക്കാൾ വിശാലപ്പരപ്പ് എന്തിനാണുള്ളത്? അടുത്ത ചോദ്യം, ഈ ലോകത്തിനേക്കാൾ വലിപ്പമേറിയത് എന്താണ്? എന്താ? ഏത് കാര്യത്തിനും തൽക്ഷണം സഹായമരുളുന്ന ഉമാമഹേശ്വരന്മാർ ഏകനാഥന് ഉത്തരം നൽകി സഹായിക്കുന്നില്ലേ? ഏകനാഥന്റെ പക്ഷം പിടിച്ച് കിളിമൊഴി പുറപ്പെടുവിച്ച യുവതിക്കും ഉത്തരമില്ലേ? നാളെ പ്രഭാത പൂജ കഴിയും വരെ നാം ഏകനാഥന് സമയം തരുന്നു. ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്തി നമ്മെ അറിയിച്ചിരിക്കണം. ശരിയുത്തരം അറിയിച്ചാൽ ഈ ഭട്ടപാദർ അംഗീകരിക്കാം. വേദശാസ്ത്ര പാണ്ഡിത്യമില്ലാത്ത ഈ ഏകനാഥൻ നമ്മേക്കാൾ ശ്രേഷ്ഠനായ ഭക്തനാണെന്ന്. വിഷമിക്കാതെ സ്വാമി, ഇന്ന് രാത്രി
ഉമാമഹേശ്വരന്മാർ ഉത്തരം തന്നിരിക്കും. സ്വപ്നദർശനത്തിലെങ്കിലും അങ്ങേക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങേക്ക് ശരി ഉത്തരം കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. ഞങ്ങൾ വരട്ടെ സ്വാമി. വരൂ. ആ പണ്ഡിതരെ എന്തൊരു അഹങ്കാരവാ ചേച്ചി. അയാൾ എവിടുത്തുകാരനാ? ആ, എനിക്കറിയില്ല. ഞാൻ അയാളെ ആദ്യമായിട്ടാ ക്ഷേത്രത്തിൽ കാണുന്നത്. പാവം ഏകനാഥ സ്വാമികൾ. ഗർവില്ല, ഞാൻ എന്ന ഭാവമില്ല. സർവം ശിവമയമെന്ന ചിന്ത മാത്രം. മനോഹരമായ ശിവകഥകൾ പറഞ്ഞ് ഭക്തരെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴല്ലേ പണ്ഡിതന്റെ കടന്നുവരവും ചോദ്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ. ഏകനാഥ സ്വാമികൾ തീരെ തുച്ഛനായിപ്പോയി. അല്ല, ചേച്ചി എന്താ ഗാഢമായി ആലോചിക്കുന്നേ? പണ്ഡിതന്റെ ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കായിരുന്നു. മലയേക്കാൾ വലുതേതാണ്? കടലിനേക്കാൾ പരന്നതേതാണ്? ഉലകത്തേക്കാൾ വലുതായതെന്ത്? വള്ളിമുത്തശ്ശിയുടെ സഹവാസം കൊണ്ട് ചേച്ചിക്ക് ഒത്തിരി അറിവുള്ളതാണല്ലോ. പണ്ഡിതരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചേച്ചിക്കറിയില്ലേ? ഏകനാഥ സ്വാമികൾക്ക് അറിയാത്ത ഉത്തരമാണോ എനിക്കറിയുന്നത്? ഒക്കെ പണ്ഡിതന്റെ തത്വചിന്തപരമായ ചോദ്യങ്ങളാണ് കുട്ടികളെ. ഉത്തരം പറയാൻ പ്രയാസമാണ്. വള്ളിമുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ പടപടയെന്ന് ഉത്തരം പറഞ്ഞേനെ, അല്ലേ ചേച്ചി? മുത്തശ്ശിയെയും കുഴിക്കുന്ന ചോദ്യങ്ങളാ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പ്രഭാത പൂജ കഴിയും വരെ ഉത്തരം കണ്ടെത്താനുള്ള സമയം കൊടുത്തിരിക്കുകയല്ലേ പണ്ഡിത ശ്രേഷ്ഠൻ. ഏകനാഥ സ്വാമികൾ ഉത്തരം പറയുമായിരിക്കും, അല്ലേ ചേച്ചി? പറയും. ഇന്ന് രാത്രി ഏകനാഥ സ്വാമികളെ ശരിയായ ഉത്തരം ധരിപ്പിച്ചിരിക്കും തൃക്കടിയൂരപ്പൻ. പണ്ഡിതന്റെ പാണ്ഡിത്യമുണ്ടെന്നുള്ള ഗർവും ഭഗവാൻ അവസാനിപ്പിച്ചിരിക്കും. ഭക്തവത്സരനല്ലേ തൃക്കടിയൂരപ്പൻ. ഏകനാഥന്റെ ഭക്തി മാഹാത്മ്യം പണ്ഡിത ശ്രേഷ്ഠനില്ല കുട്ടികളെ. എന്താച്ചാ എങ്ങനെ നോക്കുന്ന? എന്നെ മനസ്സിലായില്ലേ? മോനെ, മോനെ നമ്പി, നീ എവിടെയാണ് എന്താണ് എന്ന് ഒരു രൂപമില്ലായിരുന്നു. നീ മടങ്ങി വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പിന്നെ ഞങ്ങളുടെ ഇളയ മകൾക്ക് പുകഴേന്തിയുടെ ഒരു വിവാഹാലോചന വന്നപ്പോൾ ഞങ്ങൾ അല്ലിമലറിന്റെ വിവാഹം നടത്തി. നന്നായി. ആ, ഇതാരെന്ന് മനസ്സിലായില്ലേ? അല്ലി അരസിയുടെ ഭർത്താവ് അറിവുടെ നമ്പി. ഇത് അല്ലിമലറിന്റെ ഭർത്താവ് പുകഴേന്തി. നീ എന്താണ് മോനെ മടങ്ങി വരാൻ ഇത്രയും വൈകിയത്? വ്യാപാര സംബന്ധമായ പല കാര്യങ്ങൾക്കും തീരെ പ്രതീക്ഷിക്കാത്ത ചില തടസ്സങ്ങളുണ്ടായി. എല്ലാം പരിഹരിച്ചു വന്നപ്പോഴേക്കും കുറെ വൈകിപ്പോയി. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ മടങ്ങി വന്നല്ലോ, അത് തന്നെ സമാധാനം. ഇനി ഏതായാലും ഞാൻ ഈ നാട് ഉപേക്ഷിച്ച് എവിടേക്കുമില്ല. കാശിയിലെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ മടങ്ങിയെത്തിയത്. അല്ലേ, പുറത്താരാ അതിഥി? എനിക്കറിയില്ല ചേച്ചി, ഞാൻ കണ്ടില്ല. അത് ജ്യേഷ്ഠനാ, എന്റെ നമ്പി ജ്യേഷ്ഠൻ. ചേച്ചി, ജ്യേഷ്ഠന്റെ സ്വരം അതെപ്പോ കേട്ടാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഈശ്വര, ജ്യേഷ്ഠൻ മടങ്ങി വന്നപ്പോ ജ്യേഷ്ഠനെ കൺകുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ. എന്തായാലും ഇപ്പൊ എനിക്ക് എന്റെ ജ്യേഷ്ഠനെ കാണണം, അല്ലേ? എന്നെ ഒന്ന് കൊണ്ടുപോവല്ലേ?
ചേച്ചി വരൂ. എന്റെ ജ്യേഷ്ഠൻ അല്ലേ, എന്നെ കൊണ്ടുപോ. അല്ലേ, എന്തായാലും നിനക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയല്ലോ, വളരെ സന്തോഷം. നീ പോയ നാൾ മുതൽ നിന്റെ മടങ്ങി വരവും കാത്ത് വിഷമിച്ച് കഴിയായിരുന്നു മകള്. ഇന്ന് നമ്പിയെ കാണുമ്പോൾ അവൾക്ക് ധാരാളം സന്തോഷമാകും. ജ്യേഷ്ഠ, അല്ലേ അല്ലേ, എവിടെ എവിടെ എന്റെ ജ്യേഷ്ഠൻ? എവിടെ എവിടെ എന്റെ ജ്യേഷ്ഠൻ? ഇവിടെ ഇവിടെ ദാ ഇവിടെ ഉണ്ട്. ഇവളാണോ എന്റെ പത്നി? ഇവൾക്ക് ഇതെന്ത് സംഭവിച്ചു? സൗന്ദര്യമെല്ലാം നശിച്ച് ഇവൾ വിരൂപിയായിരിക്കുന്നല്ലോ. കാഴ്ചയും നശിച്ചിരിക്കുന്നു. ഇനി ഇവൾ എന്റെ പത്നിയായി സഹവസിച്ചാൽ അതെനിക്ക് അപമാനമായിരിക്കും. മാലോകർ പരിഹസിക്കും. ഇവളെ ഉപേക്ഷിക്കണം. നീ ആരാണ്? ഇവൾ ആരാണ്? ഇവൾ ആരാണെന്നോ? ജ്യേഷ്ഠൻ താലി കിട്ടിയ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ ജ്യേഷ്ഠന്? അല്ലിയരസി വിരൂപയായാലെന്ത്? അല്ലിയരസിയേക്കാൾ സൗന്ദര്യവതിയാണല്ലോ അല്ലിമലർ. ഇല്ല, ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. ഞാൻ താലി കെട്ടിയത് നിന്റെ കഴുത്തില. ജ്യേഷ്ഠൻ കാശിയിൽ നിന്ന് വന്നത് സമനില തെറ്റിയ അവസ്ഥയിലാണോ? തൃക്കടയൂർ ക്ഷേത്രത്തിൽ വെച്ച് ഈ നിൽക്കുന്ന അല്ലിമലറിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. അവളെങ്ങനെ നിങ്ങളുടെ ഭാര്യയാവും? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എല്ലാരും കൂടി എന്നെ വിഡ്ഢിയാക്കാണോ? വൈരൂപയുള്ള ഒരുവളെ ഞാൻ താലി ചാർത്തിയിട്ടില്ല. ഈശ്വരാ, ഇല്ലേ, നിങ്ങൾ എന്നെ താലി ചാർത്തിയില്ലേ? എന്റെ വൈരൂപി മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇടനെഞ്ചിൽ തീയുമായി നിങ്ങളെ കാത്തിരുന്നതിന്റെ ഫലമായിട്ടാ ഞാൻ ഇങ്ങനെ വിരൂപിയായി പോയത്. കഷ്ടകാലം, ഈ ഉള്ളവളുടെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാന്? ദുർവിധി വസൂരിയുടെ രൂപത്തിൽ എന്നെ ഗ്രസിച്ചു. ഒരിക്കലും മായാത്ത വിധം മുഖത്തും ഉടലിലും കലകൾ വന്നു. കാഴ്ചയേറ്റ് ഞാൻ അന്ധയായി. എന്റെ സൗന്ദര്യം നശിച്ചു പോയെങ്കിലും ഒരിക്കലും പറ്റാത്ത സ്നേഹമുള്ള ഒരു ഹൃദയമുണ്ട് എനിക്ക്. ആ ഹൃദയത്തിൽ ഞാൻ വെച്ച് ആരാധിക്കുന്ന ഈശ്വരനാണ് അങ്ങ്. ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അങ്ങേക്ക് വേണ്ടിയാ. എന്നിലെ ജീവശ്വാസം നിലയ്ക്കും വരെ അങ്ങയുടെ പാദപൂജ ചെയ്ത് കഴിയണം എനിക്ക്. തൃക്കടയൂരപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, ഈ കഴുത്തിൽ കിടക്കുന്ന താലി അങ്ങണീച്ചതാ. ഞാനാ അങ്ങയുടെ പത്നി. ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടില്ല. നീയല്ല എന്റെ പത്നി. നീ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ ഈശ്വര, അങ്ങയുടെ കാൽക്കൽ വീട് ഞാൻ അപേക്ഷിക്കും. എന്നെ വിശ്വസിക്കണം, ഞാൻ അങ്ങയുടെ പത്നി. അത് തെളിയിക്കാൻ ഏത് അഗ്നി പരീക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ്. ഞാൻ ചൂണ്ടിക്കാട്ടിയ പെണ്ണ് അവളാണ് ഞാൻ താലി കെട്ടിയ ഭാര്യ. ഇവളെ വിട്ടുതരാമെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, സാധ്യമല്ല. അച്ഛാ, അന്യന്റെ ഭാര്യയെ മോഹിക്കുന്ന ഹീന സംസ്കാരമാണ് ഇയാൾക്കുള്ളത്.
വിടനാണ്, ചതിയനാണ് ഇയാൾ. വെറുതെ വിടരുത്. ഇല്ല, മഹാരാജാവ് സമക്ഷം ഞാൻ ആവലാതി ബോധിപ്പിക്കാൻ പോവുകയാണ്. അന്തിമ തീരുമാനം രാജാവ് കൽപ്പിക്കട്ടെ. രാജാവിനെ ആവലാതി ബോധിപ്പിച്ചെന്ന് കരുതി ഭയപ്പെടുന്നവനല്ല അറിവുടയ നമ്പി. ഞാൻ പറയുന്നത് ന്യായമാണെന്ന് രാജസമക്ഷം ഞാൻ ബോധ്യപ്പെടുത്തും. ഞാൻ താലി കെട്ടിയ പെണ്ണിന് വൈരൂപ്യമില്ലായിരുന്നു എന്ന് സാക്ഷി പറയാൻ എനിക്കും ആളുണ്ടെന്ന് ഓർക്കണം. ഏത് രാജസമക്ഷത്തും വരാൻ ഞാൻ തയ്യാറാ. മോളെ, ചേച്ചി 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 എന്തായി? മഹാരാജനെ കണ്ടോ? കണ്ടു. കുട്ടികളെവിടെ? അകത്തുണ്ട്. നാളെ തൃക്കടയൂർ ക്ഷേത്രത്തിൽ മഹാരാജാവിന്റെ നേതൃത്വത്തിൽ വിചാരണ സഭ നടക്കുകയാണ്. മഹാരാജാവിന്റെ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. വിചാരണ സഭയിൽ അറിവുടയ നമ്പി നിർബന്ധമായും പങ്കെടുക്കണമെന്ന് രാജാവ് കൽപ്പിച്ചറിയിച്ചിട്ടുണ്ട്. ഭടന്മാർ കൽപ്പനയുമായി ഗൃഹത്തിലേക്ക് ഉടനെ എത്തും. നമ്മുടെ മകളുടെ പ്രാർത്ഥനയും കണ്ണുനീരും തൃക്കടയൂരപ്പൻ കേട്ടു. സത്യം തെളിയുമോ എന്ന് ഭയന്ന് അറിവുടയ നമ്പി കാശിയിലേക്കെങ്ങാനും കടന്നു കളയുമോ എന്നൊരു സന്ദേഹം. രാജകൽപ്പന ലംഘിച്ചാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാലോ. എവിടെ പോയി മറിഞ്ഞിരുന്നാലും നമ്മുടെ രാജാവിന്റെ ഭടന്മാർ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കും. കല്ലെ പിളർക്കുന്ന രാജകൽപ്പനയാണ് നമ്മുടെ മഹാരാജന്റേത്. നാളെ വിചാരണ സഭയിൽ എത്ര ആത്മവിശ്വാസത്തോടെ അദ്ദേഹം വാദിച്ചാലും ഞാനല്ല അദ്ദേഹത്തിന്റെ പത്നിയെന്ന് സഭയെ ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. മോളെ, നീ തളർന്നു പോകരുത്. എന്റെ മകൾക്ക് നീതി കിട്ടിയിരിക്കും. തൃക്കടയൂരപ്പനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അറിവുടയ നമ്പി ആരാണ്? ഞാനാണ്. കൊട്ടാരത്തിൽ നിന്നും മഹാരാജൻ കൽപ്പിച്ചയച്ചിരിക്കുകയാണ്. തൃക്കടയൂർ ക്ഷേത്രത്തിൽ വെച്ച് നാളെ 10 നാഴിക പുലരുമ്പോൾ വിചാരണ സഭ കൂടുന്നുണ്ട്. വിചാരണയിൽ പ്രധാന കക്ഷിയായ നിങ്ങൾ കൃത്യമായും പങ്കെടുക്കണമെന്ന് കൽപ്പനയുണ്ട്. കൽപ്പന അനുസരിച്ചോളാം. മീനാക്ഷി,
അല്ലിയരസിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? ഇല്ലമ്മേ, എന്താ പുതിയ വിശേഷം? അവളുടെ ഭർത്താവ് അറിവുടയെ നമ്പി മടങ്ങിയെത്തി. തൃക്കടയൂരപ്പ, ഭഗവാനെ നിനക്ക് നന്ദി. ഇനിയെങ്കിലും അല്ലിയരസി രക്ഷപ്പെടുവല്ലോ. അവളെ ബാധിച്ചിരിക്കുന്ന ആദി വിട്ടുമാറുമല്ലോ. ഇല്ല മീനാക്ഷി, അവളുടെ ആദി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന നിലപാടാ അവളുടെ ഭർത്താവിന്. ഒടുവിൽ അല്ലിയരസിയുടെ അച്ഛൻ മഹാരാജന് മുന്നിലെത്തി ആവലാതി ബോധിപ്പിച്ചു. ഇന്ന് ഈ ക്ഷേത്രത്തിൽ മഹാരാജന്റെ നേതൃത്വത്തിൽ വിചാരണ സഭ കൂടുകയാണ്. അല്ലിയരസിയും കുടുംബക്കാരും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. വിചാരണ കേൾക്കാൻ പോവാൻ വള്ളിയമ്മേ. മാലയൊക്കെ പിന്നീട് കോർക്കാം. മീനാക്ഷി നടന്നോളൂ, ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വരാം.